Hello guys, welcome back to another new video of Anuvision. I'm Anvisha and thanks for watching the video. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൾ വീഡിയോ ആണ്. പക്ഷേ ഇതൊന്നും ഞാൻ എൻ്റെ പൈസ എടുത്ത് മേടിച്ചല്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഇട്ടായിരുന്നു. ലൈക്ക് ഐ ഗോട്ട് എ ചാൻസ് ടു അറ്റൻഡ് ദ ഫ്ലിപ്കാർട്ട് ബ്യൂട്ടി ഗ്ലാമർ ഇവന്റ് 2026 കൊച്ചി എഡിഷൻ. ആൻഡ് അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ കുറേ സാമഗ്രികളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഹോൾ വീഡിയോ പോലെ നിങ്ങളെ കാണിക്കുക എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ this video is for you. And yes, let's go to the chadang, like unboxing chadangiലേക്ക് നമുക്ക് കിടക്കാം. So welcome back to Anuvision. Let's go. അപ്പോൾ തുറക്കുന്നതിന് മുന്നേ ഐ വാണ്ട് ജസ്റ്റ് ടു സേ സംതിങ്. ലൈക്ക് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗായ്സ്. ലൈക്ക് എനിക്ക് ഇതിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കോൺഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു പേജ് അല്ല, ഒരു ഏജൻസി വഴി നമുക്ക് ക്രിയേറ്റേഴ്സിന് മിനിമം 2000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് 300,000 അത്ര 1300 അത്രയും ഫോളോവേഴ്സ് വന്നു. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു എലിജിബിൾ അല്ല, അപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല, മേ ബി നെക്സ്റ്റ് ടൈം നമുക്കൊരു നെക്സ്റ്റ് ചാൻസ് എടുപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ലൈക്ക് എൻ്റെ ഒരു കോളേജിൽ പഠിച്ചൊരു ജൂനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ അവൾ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാലേ പോകാൻ പറ്റും, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് കിട്ടി, അവൾക്ക് ഒരാളെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ ഭയങ്കര എക്സ്പീരിയൻസ് പോടോ വേണ്ടോ എന്നിട്ട് അതിനെ എന്തായാലും പോവാം, അവൾ വിളിച്ചല്ലേ. അപ്പോൾ അവളും പറഞ്ഞു വാ എനിക്കൊരു കൂട്ടിന് വാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം. ലൈക്ക് 2 days ബിഫോർ ആയിരുന്നു അവളൊന്ന് ചോദിച്ചതുപോലെ പോകുന്നുണ്ട്, വേണം ജോയിൻ വിത്ത് മീ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് പോയിട്ട് വരാം, ഒരു രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ലൈക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടു. ലൈക്ക് സോ മെനി ക്രിയേറ്റേഴ്സ് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ട് പരിചയമുള്ള പല മുഖങ്ങളും കണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ടെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇതുപോലെ അഫ്രീ ആൻഡ് മല്ലു ചിക്കനറിയല്ലോ. ലൈക്ക് അവർ രണ്ടുപേരും ക്രിയേറ്റേഴ്സ് ആണ്, കുറേ നാളായിട്ട് അവർ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ് ആണ്. ലൈക്ക് ഐ തിങ്ക് മല്ലുച്ചിക്ക് ടിക്ടോക്ക് ഉള്ള ക്രിയേറ്റർ ആയിരുന്നു. ആൻഡ് അഫ്രീ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു അഫ്രീ ഭയങ്കരമായിട്ട് പോപ്പുലറായി വന്നത്. അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് കാണാൻ പറ്റി, ആൻഡ് അവരോട് സംസാരിക്കാൻ പറ്റി, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അവരുടെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ കാണിക്കുക, അവരുടെ സെൽഫിയൊക്കെ എടുക്കാൻ. ദേ വെർ സോ കൂൾ, സോ ജെനുവിൻ, സോ like friendly and kind. And yeah, it was so amazing, like having a conversation with them, and I'm so grateful for that. And I also want to thank you guys for supporting me. Like this also like deserves a applause for you guys for like എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. yeah, I mean നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും it mean nothing. So thank you so much for guys like supporting and watching this video as well. And if you aren't subscribed the channel, you should subscribe because it's free, and you will get to see more of my videos, and it will be so funny, I promise. And ഇനി മുതൽ ഞാൻ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിരിക്കും, I will promise. കാരണം കുറേ നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഇനി മുതൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള കണ്ടന്റ് ഒക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ്. ആൻഡ് കഴിഞ്ഞ ആ ഇവന്റിന് പോയപ്പോഴത്തേക്ക് ഒരുപാട് എന്താ പറയുന്ന ഒരു മോട്ടിവേഷൻ കിട്ടിയ പോലെ ലൈക്ക് ദിസ് ലൈക്ക് എന്താ പറയുക, നമുക്ക് ഒരു ഇതുപോലത്തെ ഒക്കെ ഇവന്റ് നടക്കുമ്പോൾ ലൈക്ക് ക്രിയേറ്റേഴ്സിന് ഒരു മോട്ടിവേഷനാണ്, ലൈക്ക് ടു ഡു മോർ ആൻഡ് ക്രിയേറ്റ് മോർ കണ്ടന്റ്. ആൻഡ് ഗൈസ്, ആൻഡ് yeah, I'm so happy and I'm so grateful. And yes, let's unbox it. And ഇതിൽ ഏത് തുറക്കണം? ഇത് കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറയാം വാസ്ലൈൻ, പ്ലം, ഡോക്ടർ ഷെത്ത്, പിന്നെ മറ്റേ ബെല്ലാവിറ്റ ഫ്രാഗ്രൻസ്, പിന്നെ പർപ്പിളിൻ്റെ തന്നെ ഒരു സ്റ്റാളല്ലായിരുന്നു, അതിൽ എൻ്റെ ഫേസസ് കാനഡ, പിന്നെ ഡെർമാക്കോ, പിന്നെ നിവ്യ ഉണ്ടായിരുന്നു, പിന്നെ ഹിമാലയ ഉണ്ടായിരുന്നു, മാമർത്ത് ഉണ്ടായിരുന്നു, പിന്നെ റെജിനാൾഡ് മെൻ എന്നും പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഒരു 10 ഞാൻ പറയാം ഒരു കാർഡൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ. ലൈക്ക് ഇത് എനിക്ക് കിട്ടിയല്ല, എൻ്റെ കൂടെ വന്ന കുട്ടി കിട്ടിയായിരുന്നു. ലൈക്ക് അവളൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ആ ഇവന്റിൽ എന്തൊക്കെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുട്ടി വ്ലോഗ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം, പോയി കാണാൻ നല്ല രസമാണത്. പിന്നെ ഇതൊക്കെയായിരുന്നു. ഇതുപോലെ ഒരുപാട് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവിടെ ആയിരുന്നു, അവൾ എനിക്ക് വന്നിട്ട് പോയതാണിത്. പിന്നെ നല്ല രസമായിരുന്നു.
പിന്നെ അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ആദ്യം തന്നെ മാമർത്തിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2 പ്രോഡക്റ്റ്സ് ഉണ്ട്, ലൈക്ക് ഒരു ലോഷനും പിന്നെ ഒരു ഒണിയൻ ഷാംപൂ തിങ്. ആൻഡ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, കാരണം എനിക്കറിയത്തില്ല മാമർത്തിൻ്റെ അധികം എങ്ങനെ ഉപയോഗിക്കാമല്ലോ. കാരണം എവിടെ ഞാൻ കേട്ടതുപോലെ മദേഴ്സ് ലൈക്ക് എന്തൊരു അമ്മമാർക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണ്. ലൈക്ക് ഇഫ് യു ആർ പ്രഗ്നന്റ് ഓർ ഹാവിങ് ലൈക്ക് പ്രഗ്നൻസി കഴിഞ്ഞാൽ അവർക്കൊക്കെ പറ്റിയൊരു ബ്രാൻഡാണ് മാമർത്ത് എന്നൊക്കെയാണ് ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ബ്രാൻഡ്. പിന്നെ അല്ല, ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ മെസ്മിറ്റണിൽ നിന്ന് കുറേ ട്രയൽ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല ബ്രാൻഡാണ്. പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ ഡെർമാക്കോയിൽ നിന്ന് കിട്ടിയതാണ് ഇത് 2 ഫേസ് വാഷാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതെന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ചിട്ട് റിവ്യൂ ഒക്കെ പറയാം. പിന്നെ അടുത്തത് ഡോക്ടർ ഷെർത്തിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേ നയാസിനമിഡാണോ ഏതോർണം. ഇതൊരു ബോഡി വാഷാണ് അവരുടെ, ലൈക്ക് ഗുലാബി ഗ്ലൈക്കോളിക് എക്സ്ഫോളിയേറ്റിംഗ് ആൻഡ് ബ്രൈറ്റനിങ് ബോഡി വാഷ്. ഇതും നമുക്ക് ഉപയോഗിച്ച് നോക്കണം. ഇതുപോലെ ഓൾറെഡി കുറേ ബോഡി വാഷ് ഇങ്ങനെ ഇരിപ്പുണ്ട്, അതൊക്കെ തീർന്നാണ് ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് ഈ ഒരു ബാഗാണ്, ഇത് നല്ല ടോട്ടെ ബാഗ്, നല്ല രസമാണ്. ഈ ബാഗിൻ്റെ കൂടെ തന്നെ ഒരു കീ ചെയിനും കിട്ടിയായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചില്ല. പിന്നെ എൻ്റെ കൂടെ വന്ന കുട്ടിയാണ് ഇതുപോലെ പറഞ്ഞത് അതിനകത്തൊരു കീ ചെയിനും ഉണ്ട് എന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം, ലൈക്ക് യൂണിക്കോൺ ക്യൂട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഉള്ളത് ഹിമാലയ സ്കിൻ കെയർ, ഹിമാലയ സീക്രട്ടിൻ്റെ ആയുർവേദ സീക്രട്ട്, ഹിമാലയ ആയുർവേദ സീക്രട്ട്. സോ യാ, ഇപ്പോൾ ഇവരുടെ എനിക്ക് പൗച്ചൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും പിന്നെയും കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഐ മീൻ ചിലർക്കത് പറയുമ്പോൾ റിലേറ്റബിൾ ആയിരിക്കും, ലൈക്ക് പൗച്ചസ് ആർ സോ യൂസ്ഫുൾ, ലൈക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സൺസ്ക്രീൻ ഉണ്ട്, ഹിമാലയയുടെ പുതിയ ലോഞ്ചാണെന്ന് തോന്നുന്നു, ഇതുവരെ കണ്ടിട്ടില്ല ഇത്. പിന്നെ ദ OG ഹിമാലയ അലോവേറ ഫേസ് വാഷ്. കുറേ പണ്ടൊക്കെ ഇതായിരുന്നു സ്ഥിരം, ലൈക്ക് ഹിമാലയ ആയിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സ്. ഐ മീൻ കാജൽ, സൺസ്ക്രീൻ അല്ലോ, ഫേസ് വാഷ്, അതൊക്കെ. പിന്നെ ഉള്ളത് ഇതാണ് ലോറിയൽ പാരസിൻ്റെ ഒരു സൺസ്ക്രീൻ. ഇത് ശരിക്കും അവർക്ക് കിട്ടിയതായിരുന്നു. എനിക്ക് ഇതുപോലെ അവർക്ക് ഇൻവൈറ്റ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിൽ ഒരു പ്രത്യേക ഹാമ്പർ ഉണ്ട്, വേറൊരു ഹാമ്പർ. അപ്പം അത് ഇതുപോലെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞ് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എടുത്തോന്ന്. അപ്പം ഞാൻ കുഴപ്പമില്ല, നീ വെച്ചോ, നിനക്ക് കിട്ടിയില്ല, അപ്പം കുഴപ്പമില്ല, ഏതെങ്കിലുമൊക്കെ എടുത്തോ, 2-3 എടുത്തോ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അതിൽ കണ്ട ഒരു സൺസ്ക്രീൻ എടുത്തു. പിന്നെ ഒരു കൊച്ചൊരു സ്പ്രേയും ഉണ്ടായിരുന്നു, ഒരു കുട്ടിയൊരു സ്പ്രേ, നല്ല മണം കേട്ടോ. പിന്നെ ഒരു അണ്ടർആം റോളോൺ, ഇതുപോലെ ഞാൻ കുറേ നാൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് 3 മതി. അപ്പോൾ ഞാൻ അത് മതിയല്ല എനിക്ക് എടുത്തു. ഞാൻ പറഞ്ഞു വേണ്ടത് മാത്രം മതി. എന്നിട്ട് തന്നെ ഇത് 3 ഞാൻ ഇതുപോലെ എടുത്തു. അപ്പോൾ ഇത് 2 ട്രൈ ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കിയാൽ അല്ലേ, നല്ലൊരു ഫ്ലൂയിഡ് സൺസ്ക്രീൻ അല്ലേ, അതേ നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ട്, ലൈക്ക് നമ്മളെ അങ്ങോട്ട് മടുപ്പിക്കാത്തൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ ഇതും നല്ലതാന്ന് തോന്നുന്നു, ഉപയോഗിച്ച് നോക്കണം. പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, പൊട്ടിച്ചിട്ട് കുഞ്ഞു സാധനം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ഇത് ഓർഡർ കൺട്രോൾ ആൻഡ് പിഗ്മെൻറ്റേഷൻ ഒക്കെയാണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. പിന്നെ ഉള്ളതൊരു കുട്ടി സ്പ്രേ ആണ്, വേറെ ബെല്ല വിറ്റയുടെ ഒരു ചെറിയ സ്പ്രേ, നല്ല മണമാണ്. നോക്കണം, കുഴപ്പമില്ല, തരക്കിടില്ല. പിന്നെ ഉള്ളത് കീ ചെയിൻ, പിന്നെ ഈ ബാഗ്. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവമൊക്കെ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ കുറേ ബാഗ് അതൊക്കെ ഉള്ളൂ. അല്ല ഞാൻ കാണിച്ചില്ലേ? അല്ല ഞാൻ കാണിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇവിടെ തിരിയാണ്, ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോൾ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് whatever you think. And yeah, of course, and that's it guys. Thank you for watching again and see you on the next video. Until then, bye.